അങ്ങനെ കഴിഞ്ഞ ദിവസം കസിൻസിനായിട്ട് പുറത്ത് പോയപ്പോൾ ഒരു ഹോട്ടലിൽ കയറി. അവിടെ ചന്ദ്രൻ ഉണ്ടായിരുന്നു, ഒരു റോസ് മരം, പിന്നെ കുറച്ച് പൂക്കൾ, ഒരു ആനയുടെ മുകളിൽ ഒരു ആന, പൊട്ടിയ ഗ്ലാസ്, പൊട്ടിയ ചട്ടി, അങ്ങനെ കുറച്ച് സംഗതികളൊക്കെ. ഭയങ്കര വ്യത്യസ്തമായൊരു ഹോട്ടൽ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ജി ടോക്സ് ഒറിജിനൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ള സ്ഥലം ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടിട്ട് മനസ്സിലായിച്ചെങ്കിൽ നിങ്ങൾ അത് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തോളൂ. ഇപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വീഡിയോയുടെ ഏറ്റവും അവസാനമായിരിക്കും ഏതാണ് കട എന്നുള്ളതൊക്കെ പറയാം. ഈ റെസ്റ്റോറൻറ്റിൽ ഏറ്റവും നല്ലൊരു സ്ഥലത്ത് നോക്കിയിരുന്നു, പക്ഷേ അവിടേക്ക് ഒരു ഫുഡ് എത്തിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ച് ഹെവി ഫുഡാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ചെറിയ ഫുഡുകൾ അത്ര ഇവിടെ എത്തിക്കുള്ളൂ. അങ്ങനെ നേരെ ഞങ്ങൾ ആകാശത്തേക്ക് അങ്ങോട്ട് പോകണം. ആകാശത്തുള്ള ചന്ദ്രനൊക്കെ കണ്ട് നമ്മൾ നേരെ അവിടെ ചെന്നങ്ങോട്ട് ഇരുന്ന് സെറ്റപ്പായി നമ്മൾ ഓർഡർ അങ്ങോട്ട് കൊടുത്തു. നമ്മൾ ഓർഡർ കൊടുത്ത വശം തന്നെ നമുക്ക് പ്ലേറ്റ് കൊണ്ടു തന്നു. അപ്പോൾ നമ്മൾ സന്തോഷിച്ചു, വാവ് ഇപ്പോൾ വരും. അപ്പോൾ ആൾ പറഞ്ഞു 20 മിനിറ്റോളം നിങ്ങൾ വെയിറ്റ് ചെയ്യണം, കാരണം ഇത് ലൈവായിട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഫ്രഷായിട്ട് സാധനം കൊണ്ടുവരണമെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും പറഞ്ഞു ഓക്കെ, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ വെള്ളം ഒഴിക്കണ ചേട്ടൻ വന്നു, നല്ല ചൂട് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു. അതിനുശേഷമാണ് ഗൈസ് അത് സംഭവിച്ചത്. ഗ്ലാസ്സിൽ നിന്നും വെള്ളം ഓരോ ഒറ്റയായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ ആദ്യം ഞങ്ങൾ ഞെട്ടി, ദൈവമേ മേശയുടെ മുകളിൽ നിറച്ച് വെള്ളം വരുന്നു, ഇത് അത്ഭുതമാണോ? നോക്കുമ്പോൾ അത്ഭുതമല്ല, ഗ്ലാസ് പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്നതാണ്. അപ്പോൾ എന്തോ ഒരു ഭാഗ്യക്കേട് കൊണ്ട് ആ പൊട്ടിയ ഗ്ലാസ് ഞങ്ങൾക്ക് തന്നെ വന്നു. അത് ആരും കുറ്റം പറയാൻ പറ്റില്ല, മനുഷ്യന്മാരല്ലേ ഗൈസ്. അപ്പോൾ അത് ഞങ്ങൾ അപ്പം തന്നെ അവിടുത്തെ ചേട്ടൻ വിളിച്ചിട്ടുണ്ട്, ചേട്ടാ ഈ ഗ്ലാസ് ലീക്കാണ്. അപ്പോൾ ആളപ്പം തന്നെ വേറെ ഗ്ലാസ് മാറ്റി തന്നു. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ വെള്ളം പോകുന്നത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ഫുഡ് കഴിച്ച് എണീക്കുമ്പോൾ ഞങ്ങൾ അപ്പുറത്ത് പിടിച്ചിട്ട് ആൾക്കാർ നോക്കുമ്പോൾ ഏതാ ഈ ചിച്ചിമുള്ളികളെന്ന്, കാരണം വെള്ളം മൊത്തം മടിയിലായിട്ടുണ്ടാവും, നമ്മൾ അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിൽ നിന്ന് ഞങ്ങൾ ജസ്റ്റിൽ രക്ഷപ്പെട്ടു ഗൈസ്, ഞങ്ങൾ രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മുടെ ലീക്കേജുള്ള ഗ്ലാസ് മാറ്റി പുതിയ ഗ്ലാസ് കൊടുന്ന് അതിൽ നല്ല ചൂടുവെള്ളം ഒഴിച്ച് ആസ്വദിച്ച് കുടിക്കുന്ന ചേട്ടനെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. കാത്തിരുന്ന് നോക്കിയിരുന്ന് അങ്ങനെ അവസാനം നമ്മുടെ അറേബ്യൻ ക്ലാസിക് അൽഫാം മന്തി വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം. അപ്പോൾ എങ്ങനെയുണ്ട് ദ ഒത്തൻറ്റിക് അറേബ്യൻ അൽഫാം മന്തി എങ്ങനെയുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സംഗതി വന്നപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മൂക്കിൽ അടിച്ച് കയറി വായലങ്ങനെ നമ്മുടെ വള്ളംകളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊട്ടും സമയം പാഴാക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും യുദ്ധം ആരംഭിക്കുന്നു. അങ്ങനെ വീഡിയോ എടുത്തിട്ട് ആവേശത്തിൽ മന്തി റൈസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ മന്തി റൈസ് എടുക്കാൻ തന്ന സ്പൂൺ കണ്ടാൽ നിങ്ങൾ 4 ആളുണ്ട്. ഞങ്ങൾ 4 ആളും ഈ സ്പൂണോട്ട് മന്തി റൈസ് എടുത്ത് വരുമ്പോഴേക്കും ഏകദേശം ഒരു 2.5 വർഷം കഴിയുന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചില മന്തി ഷോപ്പിൽ വലിയ കയ്യിൽ കൊടുക്കാറുണ്ട്, ചിലവരെ നമ്മൾ ഒറ്റയ്ക്കാണ് മന്തി കഴിക്കാൻ വേണ്ടി ഇങ്ങനെ കുഞ്ഞ് സ്പൂൺ തരണം ഞാൻ കണ്ടിട്ട്. എന്തായാലും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട മന്തി ഷോപ്പുകാരുടെ ശ്രദ്ധയ്ക്ക് എല്ലാവരും വലിയ കയ്യിലുകൾ കരുതുക കൂടുതലായി. അതേപോലെ ചെറിയ സ്പൂൺ കൊടുത്തോ, എന്നാൽ ഇത്ര ചെറിയ സ്പൂണ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ ഈ പാവം മന്തി പ്രേമിയുടെ ഈ ഒരു വിഷമം എല്ലാ മന്തി ഷോപ്പുകാരും മനസ്സിലാക്കി അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത്, ഇതെങ്ങനെയുണ്ട്, ഇനി ഇവിടേക്ക് വരുമോ ഞങ്ങൾ, അല്ലെങ്കിൽ ഇനി ഇവിടെ വന്നാൽ ഇത് നിങ്ങൾ ഓർഡർ ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എന്തായാലും ഇവിടെ ഇനി വീണ്ടും നമ്മൾ വരും, വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യും. കാരണം മന്തി ഞങ്ങൾ ഇനി കഴിക്കില്ല ഇവിടുന്ന്, കാരണം മന്തി റൈസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അൽഫാം കുഴപ്പമുണ്ടായിരുന്നില്ല, മന്തി റൈസ് ഭയങ്കര ഉണ്ട പോലെയായിട്ട് ഭയങ്കര അലമ്പായിരുന്നു. പക്ഷേ അൽഫാം അടിപൊളിയായിരുന്നു. ഇനി അടുത്ത ഐറ്റം നമ്മൾ ഓർഡർ ചെയ്ത് വരികയാണ്. ചെസ്റ്റ് നമ്പർ 2 പാൽ പൊറോട്ട. പക്ഷേ പാൽ പൊറോട്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സത്യം പറയാലോ, ആദ്യമേ എൻ്റെ റിവ്യൂ പറയാം, ഞങ്ങൾക്ക് ഇത് സംഭവം ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ വെച്ചാൽ കൂടുതലും ഒരു എണ്ണമയം കൂടുതലുള്ള പോലെ, എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയാണോ എന്തോ ഒരു ഓയിലി ഒരു സെറ്റപ്പായിരുന്നു. ഈ ശരിക്കുള്ള തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റ് അല്ല നമുക്കതൊന്ന് കിട്ടിയത്. അതുപോലെ തന്നെ ഒരു പൊറോട്ട മുകളിലും ഒരു പൊറോട്ട അടിയിലും, ഉള്ളിൽ കുറച്ച് ബീഫ് കറിയാണ് വെച്ചിട്ടുള്ളത്. പൊറോട്ട കൈകൊണ്ട് ആക്ഷൻ കാണിച്ചാൽ മതി, നല്ലതാണ് ഇങ്ങനെ, ചീത്തയാണ് ഇങ്ങനെ. വെളിച്ചെണ്ണ പാലില്ല, പാലിൻ്റെ പൊട്ടി ചട്ടി, ഇവിടെ എല്ലാം പൊട്ടിയതാണുള്ളത്. ഇന്ന് പൊട്ടി ചട്ടി പൊട്ടിയ ചട്ടി ഞാൻ പൊട്ടിക്കല്ല ചോദില്ല. ഈ സംഭവം നമ്മൾ വിചാരിച്ച പോലെ ഒരു നിലവാരത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ ഒരു ഇതിനേട്ടോ, ഞങ്ങൾക്ക് കഴിച്ചപ്പോൾ ടേസ്റ്റ് തോന്നിയില്ല. നിങ്ങൾക്ക് ഇത് കഴിച്ചിട്ട് ചിലപ്പോൾ ഭയങ്കരമാണ് ടേസ്റ്റ് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെയുണ്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ, ഞങ്ങൾ അവിടെ പോയി കഴിച്ചു, എന്ത് ടേസ്റ്റ് നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നല്ല എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തു. ഞങ്ങൾക്കിപ്പോൾ എന്താ പറയുക, നമ്മൾ കുറേ പൈസ കൊടുത്തു, എന്നിട്ട് കുറേ എന്തൊക്കെയോ കഴിച്ചു. നമ്മുടെ നാവിലായി രുചി നിൽക്കുകയോ മറ്റോടത്തേക്ക് അവിടെ പെട്ട സാധനം ഉണ്ടോ അവിടെ പോയി കഴിക്കാമെന്നുള്ളൊരു സെറ്റപ്പ് ഒരിക്കലും നമുക്കങ്ങനെ പറയാൻ തോന്നിയിട്ടില്ല. ഇനി നമുക്ക് ഇവിടെ വന്ന് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്താലായിരിക്കും നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളിവിടെ ഈ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് എന്തെങ്കിലും കഴിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും, അവിടെ പോയിട്ട് ഇത് ട്രൈ ചെയ്യുമെന്ന് ഞങ്ങളോട് പറയുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ പോയിട്ട് ഇത് ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളുടെ മാത്രം എക്സ്പീരിയൻസ് ആണ്. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയായിരിക്കാം ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ചിലപ്പോൾ ഇതിലും ഭയങ്കര ടേസ്റ്റുള്ളതായിരിക്കാം. പക്ഷേ നമ്മൾ ചില ദിവസം നമുക്ക് കിട്ടിയതാണ് നമുക്കിതിൽ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയും ഇങ്ങനെയും വീണ്ടും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുപിട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു.